രേണുവിന്റെ മക്കൾ ഇതെങ്ങനെ കണ്ടിരിക്കും, സഹിക്കും? എന്റെ കണക്കുകളിൽ 10-45 സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, അതുപോലെ തന്നെ പുറത്ത് പോകാൻ പാടില്ല. കുറെ ആൾക്കാർക്ക് കുരു പൊട്ടുന്നത് നമ്മൾ വിചാരിച്ചില്ല. ഓരോ സിനിമകളുടെ വൾഗാരിറ്റി കണ്ട ആൾക്കാരാണ്. എനിക്ക് രേണുവിന് അറിയാം പോസ്റ്റ് ചെയ്യുമ്പോൾ വിവാദങ്ങൾ വരുന്ന അറിയാം. എന്താ വെച്ചാൽ അവർക്ക് വീട്ടിലേക്കാർ അരിവായി കൊടുക്കുന്നില്ലല്ലോ. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സോങ്ങിന് ഇങ്ങനെ അഭിനയിക്കുന്നു. ഇപ്പൊ ലീവിംഗ് ടുഗദറിന്റെ കാലഘട്ടം അറിയില്ലേ, കല്യാണം കഴിച്ചിട്ടുള്ള ലീവിംഗ് ടുഗദർ കാലഘട്ടം. അപ്പം ആ ചേച്ചിന്റെ ഹസ്ബൻഡ് മരിച്ച ആ ചേച്ചി വീട്ടിലിങ്ങനെ അയ്യോ പോകുന്നിരിക്കുന്നതിന് ഉപരിങ്ങനെ ചെയ്യുന്നതിന് ഇപ്പം ഒരു തെറ്റില്ല. അച്ഛാ എടുക്കുന്ന ആൾക്കാർ മോശപ്പെട്ട ആൾക്കാർ നല്ല ആളെന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഇങ്ങനെ അഭിനയിച്ചിട്ട് വേണോ, അല്ലാതെ എത്രയോ ജോലികളുണ്ട് എന്നുള്ളതാണ്. രേണുവിന് കൂടിയ വീഡിയോ എടുക്കാനുള്ളത് എന്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞാണ്. അയ്യോ സ്തുതി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ രേണു ചെയ്യായിരുന്നോ? പല ആൾക്കാരും കല്യാണം കഴിച്ച് അത് വേണ്ട അടുത്ത ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടം അത്. 2 മണി ഞങ്ങൾ രണ്ടുപേരും മോശമില്ലാതെ അഭിനയിച്ചു എന്നാണ് അതിന്റെ DOP ഡിബിൻ ബ്രോ പറഞ്ഞത്. ഹേമ കമ്മിറ്റിയിൽ പേര് വരാതെ സൂക്ഷിച്ചു. ഹേമ കമ്മിറ്റിയിൽ എവിടെ നല്ല പേര് വരില്ല. രേണു ദാസേട്ടൻ കോഴിക്കോട് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ്. എന്താണ്